ഉദ്യോഗസ്ഥരിലൂടെ കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാം. ലോകത്തെ മുഴുവൻ ഇസ്ലാമവൽക്കരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മുസ്ലിം മിഷണറിമാർ കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാനായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാമത്തേതായ രാഷ്ട്രീയ സ്വാധീനത്തെ പറ്റിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ആ തന്ത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഇപ്പോൾ വിവരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ തന്ത്രം, തൊഴിൽ മേഖലയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുക. എൻ്റർ കീ പൊസിഷൻസ് ഇൻ പ്രൊഫഷൻസ്. നിങ്ങൾ ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും ആ മേഖലയിലെ അധികാര സ്ഥാനങ്ങളിൽ എത്തണമെന്നായിരുന്നു വൂൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായ ഡോക്ടർ ഷാഹിദ് പർവേസ് UK മുസ്ലിം യുവാക്കളെ ഉപദേശിച്ചിരുന്നത്. വെറും ഒരു ഡോക്ടറായാൽ പോരാ, ആശുപത്രിയിൽ ഒരു വകുപ്പിൻ്റെ മേധാവിയെങ്കിലും ആകണം. വെറും ഒരു അധ്യാപകനായ പോരാ, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, DEO, AEO എന്നിങ്ങനെ അധികാരവും സ്വാധീനവുമുള്ള പദവികളെത്തണം. എങ്കിൽ മാത്രമേ ഇസ്ലാമിന് അനുകൂലമായ തീരുമാനങ്ങൾ, അതായത് ഇംഗ്ലണ്ടിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനായിട്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്ത് അവ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണ് ആ ലെക്ചറർ പറഞ്ഞു കൊടുത്തിരുന്നത്. വളരെ ബുദ്ധിപൂർവമായൊരു തന്ത്രമാണ്, ഞാനത് അഭിനന്ദിക്കുന്നത്. താടിയും നീട്ടി അറബി വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഉസ്താദുമാരെ കൊണ്ടോ മൗലവിമാരെ കൊണ്ടോ അല്ല ഇസ്ലാമവൽക്കരണം നടത്തേണ്ടത്. മറിച്ച് പാൻറ്റും കോട്ടും സ്യൂട്ടും ധരിച്ച് നടക്കുന്ന ബഹുമാന്യരായ വ്യക്തികളിൽ കൂടി വേണം ഇസ്ലാമവൽക്കരണം നടത്തേണ്ടതെന്ന ബോധ്യം പ്രശംസനാർഹം തന്നെയാണ്. എല്ലാവർക്കും ഇത് അനുകരിക്കാം. ലോഹയിട്ട കത്തനാന്മാരെയും അർത്ഥനഗ്നരായ സന്യാസിമാരെയും ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ ഒഴിവാക്കുക, അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ. മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി സാറാ മുഹമ്മദിൻ്റെ 27/25 BBC വന്ന റിപ്പോർട്ടിൽ മോർ മുസ്ലിം പ്രൊഫഷണൽസ് റീച്ച്ഡ് ന്യൂ ഹൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിർണായകമായ ഔദ്യോഗിക തലങ്ങളിൽ മുസ്ലിമുകളെ എത്തിക്കുക എന്നുള്ള തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉപദേശം മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ അനുസരിക്കുന്നുണ്ടെന്നും അതിൽ വിജയിക്കുന്നുണ്ടെന്നും ഏറ്റുപറയുകയാണ് ചെയ്തത്. അല്ലാതെ എഡ് ഹുസൈൻ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ച അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ മാത്രം പറഞ്ഞൊരു കാര്യമല്ലാതെ, അന്ന് 90കളിൽ ലണ്ടനിലെ ക്രിസ്ത്യൻ സ്ട്രീറ്റ് മോസ്കിൽ വന്നിരുന്ന യുവാക്കളുടെ മുന്നിൽ ഡോക്ടർ ഷഹീദ് പർവേസ് പറഞ്ഞത് ഇന്ന് 2025 BBC മുന്നിൽ നിന്നുകൊണ്ട് സാറാ മുഹമ്മദ് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ആ കാര്യം. അപ്പോൾ ഇത് ഒരു രഹസ്യമല്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ശ്രീമതി സാറാ മുഹമ്മദ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ്റെ അന്ന് വരെ കൈവരിച്ച നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നേട്ടം കൈവരിച്ചത്. ആ നേട്ടം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ ഓൺലൈൻ എന്ന പത്രം 2025 മാർച്ച് 15 നൽകിയ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഓപ്സ്റ്റഡ് ഗെറ്റ്സ് ഫസ്റ്റ് റിലീജിയസ് സ്കൂൾ ടീച്ചർ ഇൻ ഹിസ് ഹിസ്റ്ററി ആസ് എഡ്യൂക്കേഷൻ വാച്ച് ഡോഗ് അനൗൺസസ് ഇറ്റ്സ് ന്യൂ ചെയർമാൻ. ചരിത്രത്തിലാദ്യമായി ഓപ്സ്റ്റഡിൻ്റെ ചെയർമാനായി ഒരു മതപാഠശാല നേതാവിനെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓപ്സ്റ്റഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. ബ്രിട്ടനിൽ വളർന്നു വരുന്ന തലമുറയുടെ വിദ്യാഭ്യാസം ഏത് തരത്തിൽ ആയിരിക്കണം എന്നുള്ളതിൻ്റെ സമ്പൂർണ്ണ അധികാരമുള്ള സർക്കാർ സ്ഥാപനമാണ് ഓപ്സ്റ്റഡ്. ബ്രിട്ടീഷുകാരുടെ മനസ്സിനെയും മനസാക്ഷിയെയും ബുദ്ധിയെയും അവയുടെ പ്രതിഫലനമായ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന സർക്കാർ വിഭാഗത്തിൻ്റെ തലവനായിട്ടാണ് ഒരു മുസ്ലിം മതപാഠശാലയുടെ നേതാവിനെ നിയമിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ പൂർവ്വചരിത്രങ്ങളും ആ പത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ വ്യക്തി ഒരു മുസ്ലിം ഗേൾസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത്
വിദ്യാർത്ഥികൾ സ്കൂളിൽ മാത്രമല്ല സ്കൂളിന് പുറത്തും ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധം പിടിച്ച ആളാണ്. ഒരു മദ്രസ അധ്യാപകനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ നിയമങ്ങളും ചര്യകളും. കുട്ടികൾ ഖുർആൻ വായിക്കണം, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവ ഇസ്ലാം നിയമം അനുശാസിക്കുന്നവ മാത്രമേ പാടുള്ളൂ എന്നിങ്ങനെ മത നിയമങ്ങൾ നടപ്പാക്കിയിരുന്ന ഒരാളായിരുന്നു ഇയാൾ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ട്രസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ ബഹുഭൂരിഭാഗവും ഇസ്ലാമിക വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയവ ആണെന്ന് ആ സ്കൂളുകളുടെ വെബ്സൈറ്റുകളിൽ തന്നെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ 100% ഇസ്ലാം മത പ്രചാരകനായ ഒരു ചെയർമാൻ്റെ ഉപദേശങ്ങൾക്ക് അനുസൃതമായിരിക്കും ബ്രിട്ടീഷ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ പോകുന്നത്. തൊഴിൽ മേഖലയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുക എന്ന തന്ത്രത്തിന് ഇതിലും വലിയൊരു വിജയം നേടാനുണ്ടോ? കേരളത്തിലെ ഹിന്ദു മിഷണറിമാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഇതൊക്കെ കണ്ടു പഠിക്കണം. അതിനാ ഞാൻ ഇങ്ങനെ ഉദാഹരണം തരുന്നത്. വളരെ ഫലപ്രദമായ തന്ത്രമാണ്. കാരണം യാതൊരു അർഹതയും ഇല്ലാത്തവർക്ക് PhD കൊടുക്കുകയും യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന നാടായ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കാണണം എന്ന് മാത്രം അല്ലേ? UK വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്ന ഇസ്ലാമവൽക്കരണം 90-കളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന മുസ്ലിം ഗ്രന്ഥകാരനായ മാജിദ് നവാസ്, ഞാൻ കഴിഞ്ഞ പറഞ്ഞു, തൻ്റെ ആത്മകഥയായ റാഡിക്കൽ എന്ന പുസ്തകത്തിൽ പേജ് 127 ഇങ്ങനെ പറയുന്നു: Our vision of Islamizing the college was going to plan. അത് മലയാളം പറഞ്ഞാൽ കോളേജിനെ ഇസ്ലാമവൽക്കരിക്കാനുള്ള ഞങ്ങളുടെ വീക്ഷണം അതിൻ്റെ പദ്ധതിക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഇങ്ങനെയുള്ള ഇസ്ലാമവൽക്കരണം, അതായത് കേരള സംസ്കാരത്തെ ഇസ്ലാമവൽക്കരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവായി MB ബഷീർ എന്നൊരു ജേർണലിസ്റ്റ് ഒരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു. ഞാനത് കേട്ടു, അതുകൊണ്ട് ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ജമായത്ത് ഇസ്ലാമി എഴുതിയ ഒരു കത്തിൻ്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഇമ്പോസ് ചെയ്യിക്കുന്നതിൽ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിലുള്ള ഞങ്ങളുടെ ഇഫർട്ടിനെ മാനിച്ച് നിങ്ങൾ അടുത്ത തവണ ഞങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡ് കൂട്ടണമെന്നാണ്. ഞാൻ ഉത്തരവാദിത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്, ഞാൻ ഉത്തരവാദിത്തോടുകൂടി പറയുകയാണ്, ഇതൊരു ആഗോള പ്രോജക്റ്റാണ്. ഇസ്ലാമൈസേഷൻ്റെ പാൻ ഇസ്ലാമിസത്തിൻ്റെ ഭാഗമായുള്ള ആഗോള പ്രോജക്റ്റാണിത്. അപ്പോൾ അതിനെ അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത്. അദ്ദേഹം തുടർന്നു: വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ പറഞ്ഞൊന്നും കാണാൻ പാടില്ല. ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 30 വർഷമായി 1400 വർഷം നമ്മുടെ ഉമ്മമാർ ധരിച്ച അവരുടെ വേഷത്തെയും അവരുടെ കൾച്ചറിനെ റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കൾച്ചർ വരുന്നത്. ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അദ്ദേഹം തുടരുന്നു: സൗദി അറേബ്യയിൽ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇനി ചില വ്യക്തികളുടെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. അതിന് ശേഷം അത് കാരണം ആ ഭാഗം ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവിടെ കണ്ട് ഞാൻ നിർത്തുന്നു. അതായത് ഒരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കാൻ തുടങ്ങിയത് എന്നും 30 വർഷമായി ഈ പദ്ധതി തുടങ്ങിയിട്ട് എന്നുമാണ് ഈ ബഷീർ പറയുന്നത്. കേരളത്തിൽ
ഇസ്ലാം മത പ്രചാരകർ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൻ്റെ സംസ്കാരത്തെ പൂർണ്ണമായും ഇസ്ലാമവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം ശ്രീമാൻ ബഷീർ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ തൊഴിൽ മേഖലയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുക എന്ന തന്ത്രം വിജയിച്ചതിന് മറ്റൊരു ഉദാഹരണം വരുന്നത്, ഞാനിത് താരതമ്യം ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഉദാഹരണങ്ങൾ ഞാനിങ്ങനെ കഴിയുന്നത്. അപ്പം മറ്റൊരു ഉദാഹരണം വരുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് NHS നിന്നാണ്. സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് യൂണിഫോമിനോടൊപ്പം തലയിൽ തട്ടമിട്ട് നടക്കാനും ആശുപത്രികളിൽ നൽകുന്ന ഭക്ഷണത്തിൽ ഹലാൽ ഭക്ഷണം ഉൾപ്പെടുത്താനും സാധ്യമായത് ഈ തന്ത്രത്തിൽ കൂടിയായിരുന്നു. കേരളത്തിലും ഇങ്ങനെയുള്ള ഇസ്ലാമവൽക്കരണം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മറ്റൊരു പ്രശ്നം എടുക്കാം, ജേർണലിസ്റ്റ് എന്ന തൊഴിൽ. UK മാധ്യമരംഗത്ത് ഈ തന്ത്രം നന്നായി വിജയിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഈ ഇടക്കാലഘട്ടത്തിൽ ഇല്ലാതായി തീർന്നു BBC ഇസ്ലാമവൽക്കരണം ഏകദേശം പൂർത്തിയായി എന്ന് വേണം കരുതാൻ. ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ ഉതകുന്ന വാർത്തകൾക്ക് പ്രാമുഖ്യം കൊടുത്തും അവയെ വിശദമായി പറഞ്ഞുകൊണ്ടും വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടുമാണ് BBC ഈ ഇസ്ലാമവൽക്കരണം നടക്കുന്നത്. വെറും ഒരു ജേർണലിസ്റ്റ് ആയാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു സാധാരണ ജേർണലിസ്റ്റ് BBC ഒന്നും ചെയ്യാൻ പറ്റില്ല. BBC താക്കോൽ സ്ഥാനങ്ങൾ എത്തിയവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അവർ ആ കാര്യത്തിൽ വിജയിച്ചു എന്ന്. ഇതിൻ്റെ നൂറ് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന് സമയം നിങ്ങളെ ശല്യപ്പെടുത്താത്ത, നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് പറയുന്നത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മിക്കവാറും എല്ലാ മലയാള മാധ്യമങ്ങളും ഇസ്ലാമിനും ജിഹാദികൾക്കും സമ്പൂർണ്ണ പിന്തുണ നൽകുന്നതാണെന്ന് നിങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഹിന്ദു മിഷണറിമാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഇതൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ. വളരെ ഫലപ്രദമായ തന്ത്രമാണ്. നിങ്ങളെല്ലാം വെറും ഉത്സവങ്ങളും പെരുന്നാളുകളും വെടിക്കെട്ടുകളുമായി സമയവും സമ്പത്തും ചിലവഴിക്കുന്നു. ആ സമയവും സമ്പത്തും കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കാണാനായി ചിലവഴിക്കുക. മനസ്സിലായോ? അന്നേരം നിങ്ങൾക്ക് ഫലം ഉണ്ടാകും, അല്ല ഉണ്ടായില്ല. രണ്ടാമത്തെ തന്ത്രത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ തന്ത്രം ഏറ്റവും കൂടുതലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനായതിനാൽ നിങ്ങൾക്കിതൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് മൂന്നാമത്തേതും അവസാനത്തേതുമായ തന്ത്രം വിവരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ